ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പം ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷേ ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് തന്നെ ഞാൻ മോർണിംഗ് എണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കും. കാരണം ഒന്നെന്ന് പറയുമ്പോൾ ചെയ്യാനുള്ളത് ഇങ്ങനെ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇറ്റ് ഗീവ്സ് യു മച്ച് എനർജി. രണ്ടാമത് നമ്മൾ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ടിക്കറ്റ് കഴിയുമ്പോൾ വീണ്ടും ഓക്കെ വി കംപ്ലീറ്റഡ് ദിസ് എന്നൊരു തോട്ടും വരും. ഓക്കെ ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു എനർജി ഒക്കെ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ വാളിൽ ഒട്ടിച്ചു വെക്കും. അപ്പോൾ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതുപോലെ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ടിക്കറ്റ് പോവുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലോത്ത് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഒരു ഏരിയ. അവിടെ ക്ലോത്ത് ഇട്ടതിന് ശേഷം അത് പറക്കി നമ്മുടെ ബാൽക്കണിയിൽ കൊണ്ടുപോയി വിരിച്ചു. അപ്പോൾ ഇവിടെ ബാൽക്കണിയിലാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ വിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് അതിലാണ് തുണി വിരിക്കല്. അപ്പോൾ ബാൽക്കണി ഇല്ലെങ്കിൽ നമ്മൾ വിൻഡോസിന്റെ സൈഡിലൊക്കെ, അപ്പം നമ്മൾ നേരത്തെ നിന്നെടുത്ത് ബാൽക്കണി ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ വിൻഡോസിന്റെ സൈഡിലാണ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു സാധനം വെച്ചിട്ട് സൈഡിൽ തുണിയിടും. അപ്പം പാത്രം കണ്ടല്ലോ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചപ്പോഴത്തെ തന്നെ ഒരാശ്വാസം വന്നു. അങ്ങനെ ക്ലീനിങ് ഉണ്ടായിരുന്നു. ഞാനപ്പം ഫ്ലോർ തൂക്കുകയും ചെയ്തു, തുടയ്ക്കുകയും ചെയ്തു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഫോണൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ അതിനൊരു മടിയായി. പിന്നെ ഇന്ന് ഞാനൊരു സെൽഫ് പാമ്പേർഡായിട്ട് ഒരു ഡേ ആയിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം എൻ്റെ ഹെയറും ഫേസും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുളമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് പാത്രമൊക്കെ കഴിയുന്നതിന് ശേഷം ഞാൻ വന്നിട്ട് മെത്ത മടക്കി വെച്ചു. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. ബെഡ് ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ തൂക്കുകയും തുടയ്ക്കുകയും ചെയ്തു. അത് ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെൽഫ് പാമ്പറിങ് ഡേ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയറിൽ ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം ഡാൻഡ്രഫ് ഇങ്ങനെ ഫ്ലേക്സ് പോലെ വരുന്നുണ്ട്. അത് മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു വിന്ററിൻ്റെയും എല്ലാം കൂടെ ആയിരിക്കും, ഐ ഡോണ്ട് നോ. അപ്പോൾ അതിന് ഫസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ നമ്മൾ റൂമിൽ തന്നെ ഇരുന്നാണ് ഞാൻ പൊതുവെ ഫേസ് മാസ്ക് ആയാലും ഹെയർ മാസ്ക് ആയാലും ഇടാറുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷീറ്റ് ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ എന്തൊക്കെയാണോ സാധനം വെക്കുന്നത് അതെല്ലാം അതിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്യും നമ്മൾ അതിരുന്ന് തന്നെ ചെയ്യും. അപ്പോൾ ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അവിടെ ഒരു മെസ്സ് ക്രിയേറ്റ് ആവില്ല. ഇതിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ അത് കിടന്നോളും. ഇപ്പോൾ വേസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഫേസ് മാസ്കിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൽ തന്നെ കിടന്നോളും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, അത് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങ് ഡിസ്പോസ് ചെയ്യും, ഗാർബേജിൽ കൊണ്ടിടും. അപ്പം നമ്മുടെ അവിടെ മെസ്സാവത്തില്ല, എന്നാൽ നമുക്ക് ഒരു ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണ്. അപ്പം നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതുപോലത്തെ ഷീറ്റ്സ് കിട്ടില്ലേ, അത് മേടിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഫേസ് മാസ്ക് ഇടാനും അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ ആ മെസ്സ് നമുക്ക് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ക്ലെൻസ് ചെയ്തു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് അത് ഫേസിൽ അടിച്ചിട്ട് ക്ലെൻസ് ചെയ്തു. പിന്നെ ഹെയറിലേക്കാണ് പോയത്. ഹെയർ നല്ല മോശമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഹെയർ ഒന്നും ചടക്കൊക്കെ കളഞ്ഞു. പിന്നെ ഓയിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ഇതാണ് കേട്ടോ ഞാനിട്ടോ പുനവാടയാണ് ഓയിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഓയിൽ ഇട്ടതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഡാൻഡ്രഫിൻ്റെ ഫ്ലേക്സ് ഇങ്ങനെ വരുന്നുണ്ടെന്ന്, അതുകൊണ്ട് നമ്മുടെ പെയിൻ ചിപ്പില്ല അല്ലെങ്കിൽ ഈ ഇങ്ങനെ അതായത് നമ്മുടെ അടുത്തടുത്തിരിക്കുന്ന ചീപ്പിൻ്റെ കോമ്പില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ഇട്ടതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തിട്ട് ആ ഫ്ലേക്സ് ഒന്ന് ഇളക്കി കളയും. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഓയിലൊന്ന് പിടിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ജസ്റ്റ് ഹെയർ ടൈ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോഴത്തേക്ക് ആ ഒരു ഓയിൽ ഒരു 20-30 മിനിറ്റ്സ് ഇരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഒരു ടൈമിൽ ഈ വുഡൻ കോമ്പ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഹെയറിൻ്റെ ബ്രേക്കേജ് കുറയും എന്ന് വിചാരിച്ചിട്ട് ഏകദേശം അത് പറയുന്ന ജോലി അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയറിൻ്റെ ബ്രേക്കേജ് കുറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ പെയിൻറ്റിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഫ്ലേക്സ് ഒക്കെ എടുത്ത് കളയാണ് കേട്ടോ. അപ്പോൾ ഈ താഴെ ഇത് വിരിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് പുറത്തോട്ടും പോകത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്.
അങ്ങനെ വീണ്ടും കുറച്ചുകൂടെ എണ്ണ തേച്ചിട്ട്, കാരണം വീക്ക്ലി വൺസ് മാത്രമായിരിക്കും ഞാൻ ഓയിൽ ഇടുന്നത് ഹെയറിൽ. ആ വീക്ക്ലി വൺസും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഓയിലിട്ട് ഞാൻ അതേ ഒന്നുകൂടെ മസാജ് ചെയ്തു. അങ്ങനെ ഒരു നൈസ് ഹോൾ മസാജും കൊടുത്തിട്ട് ഹെയർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഫേസിലേക്ക് വന്നപ്പോൾ ഞാൻ ഐ പാച്ചസ് യൂസ് ചെയ്യാറുണ്ട് വൺസ് ഇൻ എ വീക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐ പാച്ചസ് ആണ്, വിച്ച് ഈസ് വെരി അഫോർഡബിൾ ആൻഡ് ഓൾസോ അതിൻ്റെതായ ഒരു ജോലി ചെയ്യുന്ന ഒരു ഐ പാച്ചാണ്. ആൻഡ് വൺ തിങ് ഈസ്, ഈ ഐ പാച്ച് ഡാർക്ക് സർക്കിൾസ് പോകുന്നൊന്നും വിചാരിക്കണ്ട, എനിക്ക് ഇന്നേ വരെ പോയിട്ടില്ല. പക്ഷേ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. നമ്മുടെ ഫേസ് ഇങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഇങ്ങനെ വീങ്ങിരിക്കില്ലേ, അതൊക്കെ കുറഞ്ഞു കിട്ടും. ദാറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ഇഫ് യു ആർ യൂസിങ് ദിസ് ഐ പാച്ചസ്. അങ്ങനെ കുറച്ച് നേരം ഐ പാച്ചസും വെച്ചിട്ട് ആ ടൈമിൽ നെയിൽസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. കാരണം നെയിൽസ് കുറച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നെയിൽസൊക്കെ കട്ട് ചെയ്തു. അത് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു 10 മിനിറ്റ്സ് ഞാൻ ഐ പാച്ചസ് വെച്ചിട്ടുണ്ടാവും. ആ ഐ പാച്ചസ് മാറ്റി. പിന്നെ ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന പുനർവ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഹെയർ കെയർ ആൻഡ് ഫേസ് പാക്ക് ആൻഡ് ഹെയർ പാക്കാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് എനിക്കത് യൂസ് ചെയ്യാം. ഫുൾ ഓഫ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ് ഇപ്പം ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് സൗന്ദര്യ മുഖലേപം വിത്ത് മിൽക്കും അതുപോലെ മറ്റേ ഹെയർ പാക്ക് വിത്ത് വാട്ടറും ആണ് നല്ലത്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ മിൽക്ക് പറ്റത്തില്ലെങ്കിൽ യു ക്യാൻ യൂസ് റോസ് വാട്ടർ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഞാനത് മിൽക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഫേസ് പാക്ക് കഴിഞ്ഞിട്ട് ഹെയർ പാക്കും അതേപടി വെള്ളം കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞാൻ നമ്മുടെ ഓയിൽ ഒരുവിധം ഇപ്പോൾ സെറ്റ് ആയിക്കാണ്. ഒരു 20-25 മിനിറ്റ്സ് ഞാൻ ഓയിൽ തലയിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹെയർ പാക്ക് നന്നായിട്ട് സ്കാൽപ്പിലാണ് ഇട്ടത്, ഫുൾ ഹെയറിൽ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്കാൽപ്പിലിട്ട് ഒന്നുകൂടെ മസാജ് ചെയ്ത് അത് അങ്ങനെ വെച്ചു കുറച്ച് നേരം. ലെറ്റ് ഇറ്റ് സിറ്റ് ഫോർ 10-15 മിനിറ്റ്സ് മോർ. കാരണം നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഗുണം വേണമെങ്കിൽ കുറച്ച് നേരം അത് ഇരിക്കണം, ഫേസിലായാലും അല്ലെങ്കിൽ ഹെയറിലായാലും. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഹെയർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഹെയർ പാക്ക് ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇതിൽ നല്ല മൈലാഞ്ചി ഇലയുടെ മണം ഉണ്ടായിരുന്നു കേട്ടോ. അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കുറേ വേറെ എന്തൊക്കെയോ ആയുർവേദ ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെല്ലുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലും മനസ്സിലായത് ആ മെഹന്തി മൈലാഞ്ചിയുടെ ഇലയുടെ സ്മെല്ലാണ്. അതിനുശേഷം ഞാൻ ഫേസ് പാക്ക് ഇട്ടു. അതും മിൽക്ക് കൊണ്ട്, എനിക്ക് അങ്ങനെ മിൽക്കൊന്നും അലർജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിൽക്ക് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് മിൽക്കൊക്കെ അലർജി ഉണ്ടെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ വാട്ടറൊക്കെ വെച്ചിട്ട്, തൈരും നല്ലതാണ് അത്, പക്ഷെ എല്ലാവർക്കും സ്യൂട്ടാവില്ല. അങ്ങനെ കുറച്ച് നേരം ഫേസ് പാക്ക് ഇട്ടിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഫേസ് പാക്ക് ഇടുമ്പോൾ ഒരുപാട് അങ്ങ് എക്സ്ട്രീം ഡ്രൈ ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ മിക്കപ്പോഴും എക്സ്ട്രീം ഡ്രൈ ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് വാഷ് ചെയ്യുന്നത്. അങ്ങനത്തെ കേസ് വരുമ്പോൾ റിങ്കിൾസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്, വലിയും സ്കിന്ന്, മനസ്സിലായോ? അപ്പോൾ കുറച്ച് മാത്രം, ഒരു ഭയങ്കര ഡ്രൈ ആവാതെ പെട്ടെന്ന് പോയി വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ ഇത് ഗാർബേജിലാക്കിയതിന് ശേഷം ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ടു ഡു ലിസ്റ്റ് ഞാൻ എഴുതി ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമെന്ന്, അതാണ് ഇന്നത്തെ ടു ഡു ലിസ്റ്റാണ് ഫ്രൈഡേയിലത്തെ അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മളെല്ലാം ചെയ്യുകയും ചെയ്യും, ഒന്നും വിട്ടുപോകത്തില്ല. അപ്പം ജസ്റ്റ് ട്രൈ ദാറ്റ് ഔട്ട്. നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ നോട്ട്സ് വേണമെന്നില്ല, ഒരു ബുക്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചാലും മതി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫൈക്ക് എന്തോ ഒരു പ്രശ്നം വന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ വൈഫൈ ഞാൻ അറിയാതെ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വൈഫൈ ഓൺ ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് TV കാണാമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് ഇതാക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ആവുന്നവരെ ഞാൻ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കും. അതിന് ശേഷം ഒരു ലോങ് ഹോട്ട് ബാത്ത്, നല്ല ചൂടുവെള്ളത്തിൽ ഒരു കുളി. ചൂടുവെള്ളം യൂസ് ചെയ്യുമ്പോഴും ഞാൻ ഫേസിലും ഹെയറിലും യൂസ് ചെയ്യാറില്ല. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് തണുപ്പുണ്ട്, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചൂടുവെള്ളം എടുത്തത്. പക്ഷെ ഫേസിലും ഹെയറിലും ചൂടുവെള്ളം യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബിക്കോസ് ഭയങ്കര എക്സ്ട്രീം ഡ്രൈനെസ്സിലോട്ടൊക്കെ പോകും. അതിനുശേഷം we are going for the post shower routine. Basic skin care and hair care ആണ്. ഫസ്റ്റ് തിങ് ഈസ്, നമുക്കറിയാം ഒരു സ്കിൻ കെയറിൽ വേണ്ട സ്റ്റെപ്സ് ടോണർ, സിറം, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ മോർണിംഗ് ആണെങ്കിൽ. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഡെർമഡോക്കിൻ്റെ ഗ്ലൈക്കോലിക് ആസിഡ് ടോണർ അടിച്ചു. അതിനുശേഷം ലിപ് ബാം. ആ ഒരു ടൈമിൽ ഞാൻ ലിപ് ബാം ഇട്ടു. ലിപ് ബാം ഇത്
ദിസ് ഈസ് ഡോട്ട് ആൻഡ് കീ SPF 50 ഉള്ള ലിപ് ബാം. മോർണിംഗ് SPF ഉള്ള ലിപ് ബാമാണ് മച്ച് ബെറ്റർ. സോ ലിപ്സ് കറക്കാതിരിക്കാൻ കുറേ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ദിസ് വൺ ഈസ് ഓക്കെ, ഗുഡ്. ഒരു ടിൻറ്റഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ദിസ് ഈസ് ഫൈൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ് കെയറിൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ട് വിച്ച് പ്രൊവൈഡ് SPF. അതിനുശേഷം എൻ്റെ കുറച്ച് ഡ്രൈ ആയി വരുന്നു എന്ന് തോന്നിയുകൊണ്ട് ഐ പുട്ട് ഹൈലറോണിക് ആസിഡ് സിറം. ഹൈലറോണിക് ആകുമ്പോൾ കുറച്ചുകൂടെ നറിഷ്ഡ് ആക്കിയിട്ട് ഡ്രൈനെസ് ഒന്ന് കുറയ്ക്കും നിങ്ങളുടെ ഫേസിൽ. അപ്പോൾ നിങ്ങളുടെ ഫേസ് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സിറം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിപ്പോഴത്തെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. അപ്പോൾ ഈ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ സ്പ്രേ ആണ്, നമ്മൾ ഈസിയാണ്, കൺവീനിയൻ്റ് ആണ്. ഇത് ബോഡി സ്പ്രേ ആണ്, പക്ഷേ ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബോഡി സൺസ്ക്രീൻ എടുത്ത് ഫേസിൽ അടിക്കണമെന്നില്ല. സെൻസിറ്റീവ് സ്കിന്നിലാണെങ്കിൽ മേ ബി എന്തെങ്കിലും പ്രശ്നം വരാം. അപ്പോഴത്തേക്കും നമ്മൾ അതോടെ ആക്കിയപ്പോഴത്തേക്ക് ഫേസ് ഈസ് ഡൺ. ആൻഡ് ഇനി ഹെയറിൽ എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് എൻ്റെ കേളി ഹെയർ ക്രീമും ജെല്ലും ഇട്ട് സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചധികം ഹെയർ ലോസ് ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എക്സ്ട്രാ ക്രീംസ് ഒന്നും വേണ്ട, ലെറ്റ് ഇറ്റ് ബി ഫ്രീ എന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയർ സിറം അപ്ലൈ ചെയ്തു. ദെൻ അപ്പോൾ ഈ ഹെയർ സിറം ഇപ്പോഴും യൂസ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഹെയർ സിറത്തിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഹെയർ കിടക്കുകയാണെങ്കിൽ അതൊന്ന് മാനേജബിൾ ആക്കാൻ ഓയിലല്ലാത്ത ഒരു എക്സ്ട്രാ വണ്ണാണ് ഈ ഹെയർ സിറം. ഓയിൽനെസ് ഇല്ല, പക്ഷെ എന്നാൽ നമുക്ക് നമ്മുടെ ഹെയർ മാനേജബിളായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുകയും ചെയ്യും. അതുപോലെ ഈ കുളിച്ച ഉടനെ തന്നെ നമുക്കിതിങ്ങനെ തേക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് മാനേജബിൾ ആയിരിക്കും, കുറച്ച് നല്ല എക്സ്ട്രീം ഗുഡായിട്ട് ഹെയർ കിടക്കാൻ ഹെൽപ്പ് ചെയ്യും. ദർ ആർ വൈഡ് വെറൈറ്റീസ് ഓഫ് സിറംസ്, ഹെയർ സിറംസ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി പോസ്റ്റ് ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കുളി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഹെയറിൽ കിടക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ കുറച്ച് ഡ്രൈ ആയി വരുന്നതുകൊണ്ട് ഐ പുട്ട് എ പെട്രോളിയം ജെല്ലി. അത് വാസലിൻ അല്ല, വേറൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അത് കുറച്ച് തേച്ചതിന് ശേഷം പിന്നെ എനിക്ക് പണ്ടുള്ള ശീലമാണ് സ്പ്രേ അടിക്കൽ. ബോഡിയിൽ കുളിച്ച് കഴിഞ്ഞ് ഇങ്ങനെ സ്പ്രേ അടിക്കും. എനിക്കൊരു സ്മെല്ല് ഒക്കെ ഇങ്ങനെ മണത്ത് നിൽക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സ്പ്രേ അടിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ദിസ് വാസ് മൈ റുട്ടീൻ ഓർ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് കുറച്ചധികം എക്സ്ട്രാ ടൈം കിട്ടിയോണ്ടാണ് ഐ സ്പെൻഡ് ദാറ്റ് ഫോർ മൈ സെൽഫ്. സോ എല്ലാവർക്കും മച്ച് മോർ തിങ്സ് ആർ ദെയർ ടു ഡു ഡെയിലി, ബട്ട് ഡു കെയർ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടേതായ ഇത്രയും എക്സ്ട്രീമായിട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് ബോഡിയിൽ ഓയിൽ ഇട്ടിട്ട് കുളിക്കലോ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഖത്തിൽ മഞ്ഞളുണ്ടെങ്കിൽ മഞ്ഞളോ അല്ലെങ്കിൽ കടലമാവോ ഇങ്ങനെയൊക്കെ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ബോഡിയും ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെല്ലാവരുടെയും മെയിൻ ഒരു പ്രശ്നം എന്താണ്, വി are more eager to protect our kids, our husband, our mothers and our whole family. പക്ഷേ നമ്മൾ മറന്നു പോകും. So please don't forget to take care of yourself and see you in my next video. Bye bye.